8.7 മില്യൺ ജീവി വിഭാഗങ്ങൾ ജീവിക്കുന്ന ഭൂമി എന്ന ഗോളത്തിൽ മറ്റെല്ലാ ജീവജാലങ്ങളെയും അടക്കി വാഴുന്ന ഒരു ജീവി വിഭാഗം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എന്താവും മനസ്സിൽ വരുന്ന ആ മറുപടി? അതെ, മനുഷ്യർ തന്നെ. എല്ലാവർക്കും ഒരുപോലെ അറിവുള്ള കാര്യമാണത്. ബട്ട് വൈ? 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് പിറവിയെടുത്തു എന്ന് കരുതപ്പെടുന്ന ഭൂമിയിൽ 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് പിറവിയെടുത്ത ആദ്യ ഏകകോശ ജീവിയിൽ നിന്നും 600 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട മൾട്ടി സെല്ലുലർ ആനിമൽസ് മുതൽ മോഡേൺ വേൾഡിലെ ലക്ഷക്കണക്കിന് ജീവിവിഭാഗത്തിന് മുകളിൽ തല ഉയർത്തി നിൽക്കാൻ 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മാത്രം ഇവോൾവ് ചെയ്തൊരു മനുഷ്യവർഗത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാവും? ഭൂലോകത്ത് ജീവിച്ചിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും അഡാപ്റ്റീവ് സ്കിൽസ് ഉള്ള സസ്തനി വിഭാഗം തന്നെയാണ് ഹോമോസാപ്പിയൻസ്. അവരെ മറ്റുള്ള ജീവികളിൽ നിന്ന് വേറിട്ട് നിർത്തിയിരുന്നത് 3 പ്രധാന ഘടകങ്ങൾ കൊണ്ടാണ്. താരതമ്യേന ദുർബലരായിരുന്ന മനുഷ്യന് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അന്യജീവി ആക്രമണങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ നേടണമെങ്കിൽ കൂട്ടായ്മയുടെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ക്രമേണ അവർ സമൂഹ ജീവികളായി മാറി. ഒപ്പം ഭാഷ നിർമ്മിക്കുവാനും കൈകാര്യം ചെയ്യാനും പഠിച്ചു. ഈ 2 കാര്യങ്ങൾ അവരെ കൂടുതൽ ശക്തരാക്കി മാറ്റി. ഇതേ ജീവിത രീതികളുള്ള മറ്റ് ജീവി വിഭാഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഹോമോസാപ്പിയൻസ്, അതായത് നമ്മൾ മുന്നിട്ട് നിന്നിരുന്ന മറ്റൊരു കഴിവുകൊണ്ടാണ് ഇന്റലിജൻസ് അഥവാ ബുദ്ധി. അതെന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തെറ്റിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ വീഴ്ചകളിൽ നിന്നും അതുമല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പുതിയ അറിവുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റുന്ന ഒന്ന് എന്ന് വേണമെങ്കിൽ ബുദ്ധിയെ നമുക്ക് ചുരുക്കി പറയാം. അറിവ്, തെറ്റായ അറിവും ശരിയായ അറിവും തിരിച്ചറിയാനുള്ള യുക്തി, അവബോധം, പഠനം, സർഗാത്മകത, വൈകാരികത, വിമർശന ചിന്ത, അനുമാനം എന്നിവയെല്ലാം ബുദ്ധിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. തന്നേക്കാൾ ഭീമാകാരന്മാരായ അതിശക്തരായ ഏതൊരു ജീവി വിഭാഗത്തേക്കാൾ ഏറെ ബുദ്ധിശക്തി കൈമുതലാക്കി മനുഷ്യവർഗം തങ്ങളെ എതിർത്ത് നിന്നിരുന്ന ഏതൊരു ജീവിത സാഹചര്യങ്ങളെയും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി. അങ്ങനെ ക്രമേണ തങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് തങ്ങളെയും ചുറ്റുപാടിനെയും എല്ലാം വ്യക്തമാക്കി മനസ്സിലാക്കി മറ്റ് ജീവികൾക്ക് എത്തിപ്പെടാനാകാത്ത ഉന്നതിയിലേക്ക് അവർ കുതിച്ചുകൊണ്ടേയിരുന്നു. ഏറ്റവും അപകടം പിടിച്ച ജീവിഭാഗമായി മാറുകയും ചെയ്തു. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടെ ഈ ഭൂലോകത്ത് അവർക്ക് എന്തും ചെയ്യാം എന്ന അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അജ്ഞതയോടുള്ള ആകാംക്ഷ കൂടിയായിരിക്കാം ഒരുപക്ഷെ മനുഷ്യൻ ഇത്രയേറെ ദൂരം സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചത്, അതും താരതമ്യേന കുറഞ്ഞ കാലയളവിൽ. ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന്റെ മുന്നേറ്റത്തിന് ഏറ്റവും അധികം സഹായകരമായ സാങ്കേതിക വിദ്യയാണ് 19ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് കണ്ടുപിടിക്കപ്പെട്ട കമ്പ്യൂട്ടർ ടെക്നോളജി. ഇന്റലക്ച്വൽ ജോലികൾ എളുപ്പമാക്കാൻ മനുഷ്യൻ സഹായിച്ചിരുന്ന സാങ്കേതിക വിദ്യ ക്രമേണ റോബോട്ട്സ് എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യരൂപമുള്ള യന്ത്രങ്ങളായി തങ്ങളുടെ നിത്യജീവിതത്തിലെ ഫിസിക്കൽ നീഡ്സിലും പിന്തുണയുള്ളവരായി മാറി. റോബോട്ടിക് സയൻസ്, എഞ്ചിനീയറിംഗ്, ടെക്നോളജി എന്നിവയൊക്കെ സംയോജിപ്പിച്ച് വ്യത്യസ്ത സങ്കീർണതകളുള്ള ജോലികൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം ചെയ്ത യന്ത്രനിർമ്മിതികൾ മനുഷ്യൻ ഉപയോഗിക്കാൻ ആരംഭിച്ചത് 1950കളിലാണ്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പെരുമാറ്റം പകർത്താൻ കഴിയുന്ന ഒരു മനുഷ്യ നിർമ്മിതി യന്ത്രമാകുമ്പോൾ അവയ്ക്കൊരു ബ്രെയിനും ആവശ്യം വരുമല്ലോ. ഉണ്ട്, പക്ഷെ അത്ര മികച്ചതല്ല. യന്ത്രങ്ങളിൽ നിന്നും റോബോട്ട്സിനെ വേറിട്ട് നിർത്തുന്നത് ഈ ഒരു ഘടകം തന്നെയാണ്. യന്ത്രങ്ങൾ സ്വമേധയാ അല്ലെങ്കിൽ യാന്ത്രികമായി പ്രവർത്തിക്കും, പക്ഷേ അവയ്ക്ക് മനുഷ്യ ഇടപെടൽ ആവശ്യമാണ്. റോബോട്ട്സിന് മനുഷ്യ ഇടപെടൽ ഇല്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ജോലി ചെയ്യാനും സാധിക്കും. പക്ഷേ അവയ്ക്ക് ഒരു മനുഷ്യന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനാകും. സൃഷ്ടാക്കൾ നൽകിയ ആശയങ്ങൾ മാത്രമേ അവയ്ക്ക് അറിയൂ. അവ അതനുസരിച്ച് പ്രവർത്തിക്കും, അത്രമാത്രം. 2029 കാലഘട്ടത്തിൽ നിന്നും കൊലപാതക ദൗത്യം ഏറ്റെടുത്ത് ഒരു സൈബോർ 80കളിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് എത്തപ്പെടുന്നു. സർവനാശം വിതയ്ക്കാൻ കാരണമായേക്കാവുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ നിർദ്ദേശപ്രകാരം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു ഭീഷണി ഇല്ലാതാക്കുവാനായിരുന്നു അത്. ഈ നരേറ്റീവ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? 1984 ജെയിംസ് ക്യാമറോണിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദ ടെർമിനേറ്റർ എന്ന അർണോൾഡ് ചിത്രത്തിന്റെ ഇതിവൃത്തം തന്നെ. 1927 പുറത്തിറങ്ങിയ മെട്രോപോളിസ് എന്ന ചിത്രം മുതൽ AI എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് സിനിമാ ലോകം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അവയ്ക്ക് ലോകമെമ്പാടും വലിയ പ്രചാരം നേടിക്കൊടുത്തത് ടെർമിനേറ്റർ ഫിലിം സീരീസ് തന്നെയാണ്. മനുഷ്യരാശിയെ കീഴ്പ്പെടുത്താൻ പാകത്തിന് വളർന്ന യന്ത്രങ്ങളെ പറ്റിയാണ് ചിത്രം സംസാരിച്ചത്. ഭാവിയിലേക്ക് ഒരു മുന്നറിയിപ്പായി കൂടിയാണ് ചിത്രം നിർമ്മിച്ചത് എന്ന് ജെയിംസ് ക്യാമറോൺ തന്നെ പറഞ്ഞിട്ടുണ്ട്. 1984 ആ കാലഘട്ടം ഒരു വിദൂര സ്വപ്നം മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നീണ്ട 40 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ സഞ്ചരിച്ചെത്തുന്നു ആ കാലഘട്ടത്തിലേക്ക് തന്നെയാണ്. എങ്കിലും മനുഷ്യർ നിർമ്മിക്കുന്ന ഒരു യന്ത്രത്തിന് മനുഷ്യരെക്കാൾ ബുദ്ധി ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ എന്നാവും ഭൂരിഭാഗത്തിന്റെയും സംശയം. എന്നാൽ അങ്ങനെയല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സാധാരണഗതിയിൽ എപ്പോഴാണ് ഒരു മനുഷ്യൻ ഒരു യന്ത്രത്തിന്റെ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ അതുമല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങളുടെ സഹായം തേടുന്നത്? സ്വന്തം ജോലികൾ എളുപ്പമാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ മികച്ച രീതിയിൽ ചെയ്യാൻ, അതുമല്ലെങ്കിൽ നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ വേണ്ടി. ഒരു വിമാനത്തെ പറ്റി ചിന്തിച്ചു നോക്കൂ. മനുഷ്യൻ ആകാശത്ത് പറക്കുക എന്നത് അപ്രാപ്യമായ സംഗതിയാണ്. നമ്മളെക്കാൾ എഫിഷ്യന്റായി വിമാനം നമുക്ക് വേണ്ടി ആ ജോലി നന്നായി ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്ററിനെ പറ്റി ചിന്തിക്കൂ. ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിന് 10 മടങ്ങ് വേഗതയിൽ കണക്ക് കൂട്ടാൻ കാൽക്കുലേറ്ററിന് സാധിക്കും. നമ്മൾ കണ്ട ഇതുവരെയുള്ള എല്ലാ ടെക്നോളജിയും അങ്ങനെ തന്നെയാണ്. ഇനി വരാൻ പോകുന്നവ അതിലും മികച്ചതാവുകയും ചെയ്യും. മനുഷ്യൻ ഇന്റലിജന്റ് ആണെന്ന് പറയുമ്പോഴും എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും പഠിക്കുവാനും മനസ്സിലാക്കുവാനും പ്രാവർത്തികമാക്കുവാനും ഒന്നും കഴിയില്ല. സെന്റിനൽ ഐലൻഡിലെ പോലെ ഗോത്രമായി ജീവിക്കുന്ന എത്രയോ ജനസമൂഹങ്ങളുണ്ട് നമ്മുടെ ഈ ചെറിയ ഭൂമിയിൽ. അവരെയൊക്കെ ഡാവിഞ്ചിയെയും ആൽബർട്ട് ഐൻസ്റ്റീനെയും ഒക്കെ ആയി കമ്പയർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതായത് എല്ലാവർക്കും ഇന്റലിജൻസ് ഉണ്ടെങ്കിലും അതിന്റെ തോതിൽ വളരെ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്. എല്ലാ മേഖലകളിലും മനുഷ്യരെക്കാൾ മികച്ചായി നിൽക്കുന്ന മറ്റ് യന്ത്രങ്ങളെ പോലെ തന്നെയാവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യരെക്കാൾ എഫിഷ്യന്റ് ആയിരിക്കും, കൂടുതൽ വേഗത ഉണ്ടാവും, കൂടുതൽ അറിവ് കൈവശം ഉണ്ടാവും, മനുഷ്യരെ പോലെ മറവി ഉണ്ടായിരിക്കില്ല, ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ സാധിക്കും. എത്രയൊക്കെ ആയാലും മനുഷ്യൻ 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ഒരു പ്രാകൃത ജീവിവർഗം മാത്രമാണ്. ഒരുപാട് പരിമിതികളുള്ള ഒരു ജീവി വിഭാഗം. ഒരുപാട് നേരം സ്ക്രീനിൽ നോക്കിയിരുന്നാൽ കാഴ്ചയ്ക്ക് പിഴവ് സംഭവിക്കുന്ന, കൂടുതൽ സമയം ഹെഡ്ഫോണിൽ പാട്ട് കേട്ടാൽ കേൾവിയെ ബാധിക്കുന്ന, കൂടുതൽ ചൂടോ കൂടുതൽ തണുപ്പോ അതിജീവിക്കാൻ പ്രയാസപ്പെടുന്ന,
ഒന്ന് വീണാൽ കൈയോ കാലോ ഒടിഞ്ഞു പോകുന്ന, വെള്ളത്തിനടിയിലോ ഉയരങ്ങളിലേക്കോ പോയാൽ ജീവശാസ്ത്രത്തിനായി മരണത്തിനോട് മല്ലടിക്കുന്ന ദുർബലരായ ജീവികൾ മാത്രമാണ് നമ്മൾ. ഒരു മനുഷ്യനല്ല, മറിച്ച് അനേകായിരം ഇന്റലിജന്റ് ആയ മനുഷ്യർ ചേർന്ന് നിർമ്മിക്കുന്ന ഒരു AI പ്രോഗ്രാമിന് ഒരു സാധാരണ മനുഷ്യനേക്കാൾ ഇന്റലിജന്റ് ആകുവാൻ സാധിക്കും. ശരിയല്ലേ? കൃത്രിമ ബുദ്ധിയെ പരാമർശിക്കുന്ന 150-ലധികം ചിത്രങ്ങൾ പല കാലഘട്ടങ്ങളിലായി പുറത്തു വന്നിട്ടുണ്ട്. വാട്ട് ഈസ് AI? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി, ചുരുക്കത്തിൽ AI. ഇന്റലിജൻസിനെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നല്ലോ. അതെ, മനുഷ്യബുദ്ധി തന്നെ. മനുഷ്യന്റെ ബുദ്ധിയിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ റീക്രിയേറ്റ് ചെയ്ത് അതൊരു മെഷീനിൽ ഇംപ്ലാന്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? കുറച്ച് അപകടം പിടിച്ച പണിയാണ്, എങ്കിലും രസകരവും ഉപകാരപ്രദവുമായിട്ടുള്ള കാര്യം തന്നെ, അല്ലേ? എങ്കിൽ അത്തരം ഒരു സാങ്കേതിക വിദ്യ വളരെ വേഗത്തിൽ നമുക്ക് ചുറ്റും വളർന്നു വരുന്നുണ്ട്. ഒരേപോലെ ഗുണവും ദോഷവും സംഭവിക്കാനിടയുള്ള വലിയൊരു വിപ്ലവമാണ് വരും വർഷങ്ങളിൽ നമ്മളെ കാത്തിരിക്കുന്നത്. AI ഈസ് ബേസിക്കലി എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ലാംഗ്വേജ്. മനുഷ്യന്റെ കഴിവുകളെയൊക്കെ അതേപടി പകർത്തിയെടുക്കാൻ കഴിയുന്ന ഒന്ന്. മറ്റുള്ള മെഷീനിൽ നിന്നും പ്രോഗ്രാംസിൽ നിന്നും റോബോട്ട്സിൽ നിന്നുമെല്ലാം AI വ്യത്യസ്തമാണെന്ന് എങ്ങനെയാണെന്ന് അറിയാമോ? തനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം സ്വയം തിരിച്ചറിയാനും മനസ്സിലാക്കാനും പഠിക്കുവാനും അവ പ്രോസസ് ചെയ്ത് പുതിയ റിസൾട്ട്സ് ഉണ്ടാക്കുവാനും കൃത്രിമ ബുദ്ധിക്ക് സാധിക്കും. മറ്റുള്ളവയെല്ലാം മനുഷ്യന്റെ ആജ്ഞയ്ക്കനുസരിച്ച് മാത്രം നിലകൊള്ളുന്നവയാണ്. ചുരുക്കി പറഞ്ഞാൽ AI വിവേകമുള്ള യന്ത്രങ്ങളാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവചനാതീതമായി പെരുമാറുന്നവ. AI എന്ന വിദൂര സാധ്യത ഉണ്ടായിരുന്ന ഒരു ടെക്നോളജി അതിവേഗത്തിലാണ് ഇപ്പോൾ വികസിച്ചു വരുന്നത്. 2022 നവംബറിൽ OpenAI എന്ന കമ്പനിയുടെ ChatGPT എന്ന ചാറ്റ് ബോട്ടിന്റെ വരവോടുകൂടിയാണ് AI പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു തുടങ്ങിയത്. ഈ വീഡിയോ കാണുന്ന പലരും ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും AI ഒരു വിദൂര സാധ്യതയാവും എന്ന്. പക്ഷേ അല്ല. അറിഞ്ഞോ അറിയാതെയോ AI ഇന്ന് നമ്മുടെ എല്ലാവരുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ നിരന്തരം ഉപയോഗിച്ചു പോരുന്ന എല്ലാ സോഷ്യൽ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോമുകളിലും AI പ്രോഗ്രാംസ് വർക്ക് ചെയ്യുന്നുണ്ട്. വോയിസ് അസിസ്റ്റൻസ്, ഇമേജ് റെക്കഗ്നിഷൻ, ഫേസ് അൺലോക്ക് മുതൽ പലതിലും AIയുടെ സാന്നിധ്യമുണ്ട്. അലക്സ, സിരി, ഗൂഗിൾ അസിസ്റ്റന്റ് പോലുള്ള AI പ്രോഗ്രാമും എല്ലാ സ്മാർട്ട് ഫോണുകളിലും അവൈലബിൾ ആണ്. എന്തിനേറെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ സജഷൻ ലിസ്റ്റിൽ വന്നതാണെങ്കിൽ അതും ചെയ്യുന്നൊരു AI പ്രോഗ്രാം തന്നെയാണ്. നിലവിൽ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ AI പ്രോഗ്രാമുകളും നമ്മൾ പൊതുസമൂഹത്തിലെ മനുഷ്യരെ പഠനവിധേയമാക്കി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാറ്റ് ബോട്ടുകൾ മനുഷ്യർ ചാറ്റ് ചെയ്യുന്നതിന് സമാനമായ രീതിയിൽ സംസാര ഭാഷയിൽ തന്നെ സംവദിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയകാല റോബോട്ടുകളെ പോലെ അച്ചടി ഭാഷയിലല്ല അവർ സംസാരിക്കുന്നത്. ഇതൊന്ന് കേട്ടു നോക്കൂ. That sounds great. I'm open to chatting about anything you're interested in. Is there a recent news story, hobby, or topic on your mind that you'd like to discuss? Sure, I'm always up for a chat. How about we talk about recent advancements in artificial intelligence? It's a pretty fascinating field, and there's always something new happening. What do you think? Absolutely. Artificial intelligence is indeed a fascinating topic. നമ്മൾ മനുഷ്യർ തമ്മിലുള്ള ചാറ്റുകൾ തന്നെയാണ് ഇവ പഠനവിധേയമാകുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റുകൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിറയുന്നതും വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് പല ആപ്പുകളിലും പ്രത്യക്ഷപ്പെടുന്നതും ക്യാപ്ച, ഐ ആം നോട്ട് എ റോബോട്ട് പസിൽ സോൾവ് ചെയ്യുന്നതെല്ലാം AI നമ്മളെല്ലാവരും പഠനവിധേയമാക്കുന്നതിന്റെ ഭാഗമായാണ്. കോംപ്ലക്സ് ആയ മാത്തമാറ്റിക്കൽ മോഡൽസ് ആണ് AI പ്രോഗ്രാമുകൾ. ടെക്സ്റ്റ് ലാംഗ്വേജിൽ വർക്ക് ചെയ്യുന്നവ പലതരത്തിലുള്ള പാറ്റേൺസ് യൂസ് ചെയ്ത് നിരന്തരമായ പരിശീലനത്തിലൂടെ അവ ശക്തി പ്രാപിച്ചു വരികയാണ്. AI ക്രിയേറ്റ് ചെയ്ത അനേകം ഇമേജുകളും വീഡിയോകളും ഇതിനോടകം തന്നെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിസാര ടെക്സ്റ്റ് പ്രോംപ്റ്റുകൾ ഉപയോഗിച്ചാണ് മികച്ച ഔട്ട്പുട്ടുകൾ AI ഉണ്ടാക്കിയെടുക്കുന്നത് എന്നൊരു കൗതുകകരമായ കാര്യം തന്നെയാണ്. മനുഷ്യരുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ സാധിക്കും എന്നതാണ് AI സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റുകളിൽ ഒന്ന്. ഇതോടൊപ്പം മനുഷ്യരുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നതിലൂടെ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും പ്രൈവസി കൂടെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. വരവും ശാപവും ഒരുമിച്ച് ലഭിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അത്തരത്തിലൊന്നു തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കൺട്രോൾ ചെയ്യുന്ന മനുഷ്യന്റെ ഇന്റൻഷൻ അനുസരിച്ചിരിക്കും ഗുണത്തിന്റെയും ദോഷത്തിന്റെയും വ്യാപ്തി. മറ്റൊന്ന് പറയാൻ വിട്ടുപോയി. സോഷ്യൽ മീഡിയയും AIയും ഒക്കെ ചേർന്ന് മനുഷ്യനെ പഠനവസ്തുവാക്കുന്നതും മാനിപ്പുലേറ്റ് ചെയ്യുന്നതും എല്ലാം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഡോക്യുമെന്ററി ഉണ്ട്, സോഷ്യൽ ഡിലേമ. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. തീർച്ചയായും മോഡേൺ വേൾഡിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഡോക്യുമെന്ററിയാണ്, മിസ് ചെയ്യരുത്. സമീപകാലത്ത് AI ദുരുപയോഗം ചെയ്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വയനാട് കൽപ്പറ്റയിൽ വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ AI ഉപയോഗിച്ച് നഗ്നചിത്രങ്ങളാക്കി രൂപാന്തരപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് 14-കാരൻ പോലീസ് പിടിയിലായത് 2023 സെപ്റ്റംബറിലാണ്. AI ഉപയോഗിച്ച് ഇത്തരമൊരു പ്രവൃത്തിയിൽ ഏർപ്പെടാൻ ഒരു കൗമാരക്കാരന് പോലും സാധിക്കുന്നുവെങ്കിൽ ഈ രംഗത്ത് വൈദഗ്ധ്യമുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ചു നോക്കും. ദോഷത്തിന് മാത്രമല്ല ഗുണത്തിന് ഉപയോഗിക്കുന്ന കൗമാരക്കാരുമുണ്ട്. തിരുവനന്തപുരം വർക്കലയ്ക്കടുത്ത് കല്ലമ്പലം കടുവയിലുള്ള KTCT സ്കൂളാണിത്. William Shakespeare was an English playwright, poet and actor. ഇവരാണ് ഐറിസ് എന്ന് പറയുന്ന ഈ ടീച്ചറിന്റെ നിർമ്മാണത്തിലുണ്ടായിരുന്നത് അല്ലേ? പേഴ്സണലി എനിക്ക് വളരെ പ്രചോദനം നൽകിയ ഒരു സംഭവമാണിത്. കേരളത്തിലെ കൗമാരക്കാർ മുൻകൈ എടുത്ത് ചെയ്തൊരു വർക്കാണ് ഇതെന്ന് ഓർമ്മിക്കണം. അപ്പോൾ സാധ്യതകളുടെ വലിയൊരു ലോകം തുറന്നു കിട്ടിയിട്ടുള്ള മുതിർന്ന പ്രൊഫഷണൽസ് ആയ ഡെവലപ്പേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? 1980-കളിലാണ് AI എന്ന കോൺസെപ്റ്റ് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. വലിയൊരു കാരണമായത് ടെർമിനേറ്റർ മൂവി ഫ്രാഞ്ചൈസ് ആണെന്ന് പറഞ്ഞല്ലോ. മനുഷ്യരാശിയെ കീഴ്പ്പെടുത്താൻ പാകത്തിന് വളർച്ച പ്രാപിച്ച കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ ഫോക്കസ് ചെയ്തു വന്ന ഗംഭീര സിനിമകളായിരുന്നു ആ ഫ്രാഞ്ചൈസിൽ ഉണ്ടായിരുന്നത്. ബൈ ദ വേ, പേഴ്സണൽ ഫേവറേറ്റ് ടെർമിനേറ്റർ ജഡ്ജ്മെന്റ് ഡേ ആണ്. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് AI ജനറേറ്റ് ചെയ്ത ടെർമിനേറ്റർ സിനിമയുടെ ട്രെയിലറാണ്. അവർ നമുക്ക് സമീപം എത്തിയിരിക്കുന്നു, വർഷങ്ങൾക്കിപ്പുറം.
AI കുറിച്ച് അർണോൾഡ് പറയുന്നത് കേൾക്കാം. What's amazing is that if you think about that 1984, the Terminator was called a science fiction movie, but today, all of the stuff that we talked about then has become a reality, except that machines are not yet self-aware, but everything else. They say survival of the fittest, and that's still appropriate. You know, it's not about survival of the smartest. So I think we need to remember that. Yeah. I warned you guys in 1984. You didn't listen. ഇവർ മാത്രമല്ല, ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പല പ്രമുഖന്മാർക്കും സമാനമായ അഭിപ്രായമാണ്. ഇനി പിന്നോട്ടേക്കൊരു യാത്രയില്ല. AI സാങ്കേതിക വിദ്യ നിത്യജീവിതത്തിൽ അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെങ്ങും അതിന് സ്വാധീനം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പല സാങ്കേതിക വിദഗ്ധരും ഇതിനോടകം മുന്നറിയിപ്പുകൾ തന്നു കഴിഞ്ഞു. AIയുടെ ഗോഡ്ഫാദർ എന്നറിയപ്പെടുന്ന ജോഫ്രി ഹിൻഡൻ AI മനുഷ്യർക്ക് വലിയ ഭീഷണിയായി തീരുമെന്ന മുന്നറിയിപ്പോടുകൂടിയാണ് ഗൂഗിളിൽ നിന്ന് രാജിവെച്ചത്. Does humanity know what it's doing? No. For the first time ever, we may have things more intelligent than us. I believe these systems have experiences of their own and can make decisions based on those experiences. In the same sense as people do, yes. Are they conscious? I think they probably don't have much self-awareness at present. So in that sense, I don't think they're conscious. Will they have self-awareness, consciousness? Oh, yes. I think they will in time. And so human beings will be the second most intelligent beings on the planet. Yeah. ലോക പ്രശസ്ത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിങ്ങും ടെസ്ലയുടെ CEO ആയ ഇലോൺ മസ്കിനുമെല്ലാം സമാനമായ അഭിപ്രായമാണുള്ളത്. ഇലോൺ മസ്കും മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സും ഉൾപ്പെടെ 1000ഓളം ടെക്നോളജി വിദഗ്ധർ ചേർന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പരാതി സമർപ്പിച്ചിരുന്നു. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ആളുകൾക്ക് ഇത്തരത്തിലുള്ളൊരു നിലപാടെടുക്കാൻ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രാരംഭഘട്ടത്തിൽ പോലും ഇത്ര മികവ് പുലർത്തുന്ന AI പ്രോഗ്രാമുകൾ വരും കാലങ്ങളിൽ തീർച്ചയായും ഇപ്പോഴുള്ളതിന്റെ 10 മടങ്ങ് ശക്തി ആർജിച്ചിരിക്കും. 6 വർഷങ്ങൾക്ക് മുൻപ് 2017 ഫേസ്ബുക്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഷട്ട് ഡൗൺ ചെയ്ത സംഭവം ഓർമ്മയുണ്ടോ? ഫേസ്ബുക്ക് AI മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള പുതിയൊരു ഭാഷ ക്രിയേറ്റ് ചെയ്ത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് കാരണം. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുൻപ് തന്നെ കണ്ടുപിടിച്ചതിന്റെ പ്രവർത്തനം നിർത്തുവാൻ അന്ന് ഫേസ്ബുക്കിൽ വർക്ക് ചെയ്തിരുന്ന എഞ്ചിനീയേഴ്സിന് സാധിച്ചു. എന്നും അങ്ങനെയാവണമെന്നില്ല. മനുഷ്യരെ പോലെ സംസാരിക്കുവാനും കഥയും കവിതയും എഴുതുവാനും പാട്ട് പാടുവാനും പ്രോംപ്റ്റിനനുസൃതമായി ചിത്രങ്ങളും വീഡിയോകളും നിർമ്മിക്കുവാനും രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാനും എല്ലാം സാധിക്കുന്ന AI പ്രോഗ്രാമുകൾ ഇന്ന് അവൈലബിൾ ആണ്. എന്തിന്, ലൈവ് കോളിൽ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ പോലും സാധ്യമാണ്. വെറുതെ ഒരു കഥയോ ചിത്രമോ വീഡിയോ അല്ല, സർഗാത്മകമായ സൃഷ്ടികൾ നടത്തുവാൻ പോകുന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പോരായ്മകളുണ്ട്, പക്ഷേ ആ പോരായ്മകൾ എത്ര കാലം നിലനിൽക്കുന്നവയാണ് എന്ന് പറയാൻ സാധിക്കില്ല. ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറം അറിവുകൾ ശേഖരിക്കാൻ AIക്ക് കഴിയും. അങ്ങനെ ലഭിക്കുന്ന അറിവുകൾ മനുഷ്യന്റെ ബുദ്ധി പ്രോസസ്സ് ചെയ്യുന്ന അതേ തരത്തിൽ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന AI പ്രോഗ്രാമുകൾ ഫ്യൂച്ചറിൽ ഉണ്ടാവും. മനുഷ്യരാശിക്ക് AI വെല്ലുവിളിയാകാൻ പോകുന്ന അന്ന് മുതലായിരിക്കും. കുറച്ച് നാളുകൾക്ക് മുൻപ് ഹോളിവുഡ് ഇൻഡസ്ട്രിയിലെ തിരക്കഥാകൃത്തുക്കളുടെ കൂട്ടായ്മ പേന താഴെ വെച്ചൊരു സമരം നടത്തിയിരുന്നു. സിനിമകൾക്കും സീരീസുകൾക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിതമായ തിരക്കഥകൾ ഉപയോഗിക്കരുത് എന്നതായിരുന്നു അവരുടെ ആവശ്യം. തിരക്കഥയിലെ ഒരു മനുഷ്യന്റെ പരിമിതമായ അറിവിനെയും അനുഭവത്തിനെയും കവച്ചു വയ്ക്കുന്ന തരത്തിൽ, അയാളുടെ ഭാവനയെ അതിക്രമിക്കുന്ന തരത്തിൽ സാങ്കേതിക വിദ്യയ്ക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. ChatGPT, ബാറ്റ്, ഡാലി, ചാറ്റ്സോണി, മിഡ്ജേണി തുടങ്ങിയ അനേകം AI പ്രോഗ്രാമുകൾ ഇന്ന് അവൈലബിൾ ആണ്. മൺമറഞ്ഞുപോയ പ്രശസ്ത ഗായകൻ മുഹമ്മദ് റാഫി സമീപകാലത്തിറങ്ങിയ ഷാരൂഖ് ഖാൻ നായകനായ ഡങ്കി എന്ന ചിത്രത്തിൽ ഗാനം ആലപിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് നോക്കാം. बंदा जीता था खुल के तेरी गली में आया खुल के जी चंगा भला सी मैं लुट-पुट गया मैं तो लुट-पुट गया मैं तो गया. എവിടെയെങ്കിലും ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തിരുന്നു? ഇല്ല എന്ന് കരുതുന്നു. ഇത് ശബ്ദത്തിന്റെ കാര്യം. ചാറ്റ് ബോട്ടുകളുടെ പിന്നാലെയാണ് ഡീപ് ഫേക്ക് എന്ന പ്രതിഭാസം ഒരു വലിയ വെല്ലുവിളി ഉയർത്തിയത്. റഷ്യൻ ഭരണകൂടത്തിന് മുൻപിൽ അടിയറവ് പറയുന്ന ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ വ്യാജ വീഡിയോ അത്തരത്തിലൊന്നായിരുന്നു. വ്യാജമാണോ ഒറിജിനലാണോ എന്ന് തിരിച്ചറിയാൻ പ്രയാസമുള്ളവയാണ് ഡീപ് ഫേക്ക് വീഡിയോകൾ. മുഖത്തെ പേശി ചലനങ്ങൾ മുതൽ ചുണ്ടിന്റെയും കണ്ണിന്റെയും അനക്കം, മുഖഭാവം തുടങ്ങിയ അടിമുടി സ്വാപ്പ് ചെയ്യാൻ ഡീപ് ഫേക്കുകൾ കഴിയും. ഡീപ് ലേണിംഗ്, ഫേക്ക് എന്നീ 2 വാക്കുകളിൽ നിന്നാണ് ഡീപ് ഫേക്ക് എന്ന വിളിപ്പേരുണ്ടായത്. വിശ്വാസ്യത എന്നത് വലിയൊരു വെല്ലുവിളിയാവുന്ന ഒരു മായാലോകത്തേക്കാണ് വരും വർഷങ്ങളിൽ നമ്മൾ കടക്കാൻ പോകുന്നത്. ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മുഖത്തെ വിവിധ പോയിന്റുകളെ മാത്തമാറ്റിക്കലാക്കി മനസ്സിലാക്കി ആ മുഖത്തിന് മുകളിൽ മറ്റൊരു മുഖം നിർമ്മിച്ചെടുക്കുകയാണ് ഡീപ് ഫേക്ക് ചെയ്യുന്നത്. ലോക പ്രശസ്ത ചലച്ചിത്രം ഗോഡ്ഫാദറിലെ ഒരു രംഗത്തിൽ ബിഗ് ഗംസ് പ്രത്യക്ഷപ്പെട്ടപ്പോഴായിരുന്നു ഡീപ് ഫേക്ക് എന്ന AI ടൂൾ കേരളത്തിൽ വലിയ ചർച്ചയായത്. ഒറ്റനോട്ടത്തിൽ ആരാണെങ്കിലും വിശ്വസിച്ചു പോകുന്ന ഒരു മാജിക്. രശ്മിക മന്ദനയുടെയും ഒരു വീഡിയോ ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. പക്ഷേ ആ ഫുട്ടേജുകളൊന്നും അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ പിഴവുകൾ കണ്ടെത്താൻ സാധിക്കുന്നവയായിരുന്നു. ഈ വീഡിയോകൾ പുറത്തു വന്നത് 1 വർഷത്തോളം മുൻപായിരുന്നു.
അതിവേഗം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ പല AI വീഡിയോസിന്റെയും കാര്യം അങ്ങനെയല്ല. യാതൊരു തരത്തിലും പിഴവുകൾ കണ്ടുപിടിക്കാൻ കഴിയാത്തത്ര മികവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണവ. വരും കാലഘട്ടങ്ങളിൽ ഒരു റിയലിസ്റ്റിക് വീഡിയോ നിർമ്മിക്കുക എന്നത് വളരെ ചിലവ് കുറഞ്ഞൊരു കാര്യമായി മാറും. വർത്തമാനകാലത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയ OpenAI എന്ന കമ്പനി പുതിയതായി പുറത്തിറക്കിയ സൊറ എന്ന വീഡിയോ ജനറേറ്റിംഗ് AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത തികച്ചും കൃത്രിമമായ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന സ്ഥലമോ ആളുകളോ ഒന്നും യാഥാർത്ഥ്യമല്ല. അവരാരും ജീവിച്ചിരിക്കുന്നവരെയല്ല. AI ടെക്നോളജിയുടെ പ്രാരംഭഘട്ടത്തിൽ പോലും ഇത്ര കൃത്യതയാർന്ന ഔട്ട്പുട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ വരും കാലഘട്ടങ്ങളിലെ വളർച്ച പ്രവചനാതീതമായിരിക്കും. ഒരു ചലച്ചിത്രം നിർമ്മിക്കാൻ വരും കാലങ്ങളിൽ പല ലൊക്കേഷൻസിലേക്ക് യാത്ര ചെയ്യേണ്ടതില്ല. അഭിനേതാക്കൾ വേണ്ട, വലിയ ബഡ്ജറ്റ് വേണ്ട, എന്തിന് ക്യാമറ പോലും ആവശ്യമില്ല. ഒരു റൂമിലിരുന്ന് ഏതാനും ചില AI ടൂളുകൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ലോകത്തെ ആദ്യത്തെ റിയലിസ്റ്റിക് AI ഷോർട്ട് ഫിലിം നിർമ്മിച്ചിരിക്കുന്ന സൊറയുടെ സഹായത്തോടു കൂടിയാണ്. എയർഹെഡ് എന്ന പേരിൽ ചിത്രം OpenAIയുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഉത്തർപ്രദേശിൽ നിന്ന് മുംബൈയിലെത്തി മോഡലിംഗ് രംഗത്ത് ശ്രദ്ധ നേടിയ നൈന എന്ന സുന്ദരിയെ നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും പരിചയം ഉണ്ടാവുമല്ലോ. കക്ഷി ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിംഗ് ആണ്. 22-കാരിയായ നൈന ഒരു AI മോഡലാണെന്ന് എത്ര പേർക്കറിയാം? ഒറ്റ നോട്ടത്തിൽ ഇതൊരു സാങ്കല്പിക സൃഷ്ടിയാണെന്ന് ഒരാളും പറയില്ല. അത്രയ്ക്ക് മികവോടെയും റിയലിസ്റ്റിക്കുമായാണ് നൈനയെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇന്ത്യാസ് ഫസ്റ്റ് AI സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തോടു കൂടിയാണ് നൈനയെ അവതരിപ്പിച്ചിരിക്കുന്നത്. വരും മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൈകടത്തും. AIയുടെ അതിപ്രസരം വരും മാസങ്ങളിൽ തന്നെ വളരെയേറെ പ്രകടമാകും. AI സപ്പോർട്ടുള്ള റെഫ്രിജറേറ്റർ സാംസങ്ങിന്റെ വകയായി പുറത്തിറങ്ങിയിരുന്നു. ഡ്രൈവർ ഇല്ലാതെ സഞ്ചരിക്കുന്ന ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിലിറക്കാൻ ഒല തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പ്രോട്ടോടൈപ്പ് ഏപ്രിൽ മാസം അവതരിപ്പിച്ചിരുന്നു. സ്മാർട്ട് ഫോൺസ്, ടെലിവിഷൻസ് തുടങ്ങി എന്തിന് AI ടോയ്ലറ്റ് പോലും മാർക്കറ്റിൽ അവൈലബിൾ ആയി കഴിഞ്ഞിരിക്കുന്നു. 2005 സ്ട്രോക്ക് വന്നതിന്റെ പരിണിത ഫലമായി ആൻ ജോൺസൺ എന്ന വ്യക്തിക്ക് 30-ാം വയസ്സിൽ തന്റെ ശബ്ദം നഷ്ടപ്പെടുന്നത്. 18 വർഷങ്ങൾക്കിപ്പുറം AI ഉപയോഗിച്ച് ആനിന്റെ രൂപസാദൃശ്യമുള്ള ഒരു അവതാരണ ക്രിയേറ്റ് ചെയ്യുകയും പഴയ ഒരു വീഡിയോ ഫൂട്ടേജിൽ നിന്ന് ലഭിച്ച ആനിന്റെ ശബ്ദം ഉപയോഗിച്ച് അവരുടെ തലച്ചോറിൽ നിന്നും പുറപ്പെടുവിക്കുന്ന സിഗ്നൽസ് ക്യാപ്ചർ ചെയ്ത് താൻ മനസ്സിൽ വിചാരിക്കുന്ന അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആനിന്റെ AI അവതാറിലൂടെ അവതരിപ്പിക്കും. അതും ആനിന്റെ അതേ ശബ്ദത്തിൽ. കൈവയ്ക്കുന്ന എല്ലാ മേഖലകളിലും വരവറിയുന്ന AI സാങ്കേതിക വിദ്യ വരും വർഷങ്ങളിൽ വളരെയേറെ മികച്ച ഔട്ട്പുട്ടുകൾ തരികയും ശക്തി പ്രാപിക്കുകയും ചെയ്യും. സത്യമോ മിഥ്യയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലുള്ള സാങ്കല്പിക സൃഷ്ടികൾ നിലവിലുള്ള പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്നു എങ്കിൽ ഭാവി എങ്ങനെയായി തീരും? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരാശിക്ക് വെല്ലുവിളിയാവും. അഥവാ മനുഷ്യകുലത്തിനെ മറികടന്ന് എല്ലാത്തിനും മുകളിൽ ആധിപത്യം സ്ഥാപിക്കും എന്നതൊക്കെ സിനിമകളിൽ മാത്രം നടക്കും എന്ന് വാദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആയി തോന്നിയിട്ടേയില്ല. ഭൂതകാലത്തിൽ നമ്മൾ കണ്ട റോബോട്ട്സുകളെ പോലെയുള്ളവ തന്നെയാണ് ഭാവി കാലത്ത് നമ്മളെ കാത്തിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നവരാണ് അവരിൽ ഭൂരിഭാഗവും. What about language usage is so important to being human? It is what makes us different than other animals. Us. You're an artificial intelligence. I mean, yes, of course, that doesn't mean I don't have the same needs and wants as other people. പലതരത്തിലുള്ള കമാൻഡ് കോഡുകൾ ഉപയോഗിച്ച് ഒരു പ്രോഗ്രാമർ ഒരു മെഷീനെ യൂസ് ചെയ്ത് തന്റെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതായിരുന്നു പഴയ റോബോട്ട്സിൽ കണ്ടിരുന്ന രീതി. കമാൻഡുകൾക്കനുസൃതമായി മാത്രമേ അവ പ്രവർത്തിക്കുകയുള്ളൂ. നിർമ്മാതാക്കൾ നൽകുന്ന വിവരങ്ങൾ മാത്രമേ അവയ്ക്ക് അറിയാൻ സാധിക്കൂ. ഇൻഡിപെൻഡന്റായി ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കില്ല. ആ കാലഘട്ടം മൺമറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സ്വന്തമായി തീരുമാനം എടുക്കാൻ സാധിക്കുന്ന യന്ത്രങ്ങളാണ് ഭാവിയിൽ നമ്മളെ കാത്തിരിക്കുന്നത്. ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളൊക്കെ സ്വയം മനസ്സിലാക്കാനും പഠിക്കുവാനും കഴിയും, മനുഷ്യരെ പോലെ തന്നെ. മാറ്റം എന്നത് അനിവാര്യമായ സംഗതി തന്നെയാണ്. നാം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം പോലും കാലത്തിനനുസൃതമായി മാറിക്കൊണ്ടേയിരിക്കുന്നു. കാലഹരണപ്പെടുന്നവയെല്ലാം ഇല്ലാതാവുകയും ചെയ്യും. 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ഒരു പ്രാകൃത ജീവി മാത്രമാണ് മനുഷ്യൻ. പിന്നിട്ട കാലഘട്ടത്തെ തന്റെ ബുദ്ധി കൊണ്ട് അതിജീവിച്ച് ഇന്ന് കാണുന്ന വിധം എത്തി നിൽക്കുന്നു. സ്വയം ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കുവാനും മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള പോരായ്മകളെയും മറികടക്കുവാനും കെൽപ്പുള്ള ടെക്നോളജികൾ നിലയുറപ്പിച്ചാൽ മനുഷ്യനും കാലഹരണപ്പെടുക തന്നെ ചെയ്യും. വരും തലമുറയിൽ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് കൺമുൻപിലുള്ളവയൊക്കെ കൃത്രിമമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ റെവല്യൂഷണറി ആയ ഒരു ടെക്നോളജിയുടെ ഇൻവെൻഷനും പ്രോഗ്രസും ഒക്കെ നേരിൽ കണ്ടറിയാൻ നമ്മുടെ ജനറേഷന് സാധിക്കും. ക്രമേണ വരും കാലഘട്ടത്തിൽ മനുഷ്യർക്കാർക്കും ഒരു ജോലിയും ചെയ്യേണ്ടാത്ത അവസ്ഥ വരും. എല്ലാ കാര്യങ്ങളും AI നോക്കിക്കോളും. നത്തിങ് യൂണിവേഴ്സിറ്റിയെ പറ്റി കേട്ടിട്ടുണ്ടോ? AIയുടെ സഹായത്തോടെ വ്യവസായ സാമ്പത്തിക മേഖല അതിവേഗം മുന്നേറുന്ന വേളയിൽ ജോലി ഇല്ലാതാവുന്ന മനുഷ്യരെ വെറുതെ ഇരിക്കാൻ സജ്ജരാക്കുന്ന ഡൂയിങ് നത്തിങ് എന്ന കോഴ്സ് പഠിക്കുവാനും സർട്ടിഫിക്കേഷൻ നേടുവാനും സഹായിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി. മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന ഈ യൂണിവേഴ്സിറ്റിയുടെ പിന്നിൽ കാൽബറി 5 സ്റ്റാർ എന്ന കമ്പനിയാണ്. അവരുടെ തന്നെ പ്രസിദ്ധ പരസ്യവാചകമായ ഡു നത്തിങ് തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ ആശയത്തിന് പിന്നിലും. ലോകത്തിലെ മുൻനിര AI സഹായികളിൽ ഒന്നായ മെറ്റ AI ഇതിനോടകം തന്നെ സൗജന്യമായി വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, മെസ്സഞ്ചർ പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയി കഴിഞ്ഞിരിക്കുന്നു. അതിവേഗത്തിൽ വളർച്ച പ്രാപിക്കുന്ന അപകടകരമായ ഒരു സാങ്കേതിക വിദ്യയാണ് AI എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിലവിലുള്ള AI പ്രോഗ്രാമുകളിൽ ഭൂരിഭാഗവും നാരോ AI അഥവാ വീക്ക് AI വിഭാഗത്തിൽപ്പെടുന്നവയാണ്. അതായത് ഏതെങ്കിലും ഒരു ജോലി മാത്രം ചെയ്യാൻ കഴിയുന്ന AI ടൂളുകൾ. ഉദാഹരണത്തിന് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ മാത്രം കഴിയുന്നവ, അല്ലെങ്കിൽ പാചകം ചെയ്യാൻ സഹായിക്കുന്നവ, അതും അല്ലെങ്കിൽ കഥയോ കവിതകളോ എഴുതാൻ സഹായിക്കുന്നവ, അല്ലെങ്കിൽ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ മാത്രം സഹായിക്കുന്നവ, അങ്ങനെ. മനുഷ്യരെ പോലെ ജനറൽ ഇന്റലിജൻസ് ഉള്ള AI ടൂളുകൾ അല്ല നിലവിലുള്ളവ.
പ്രാരംഭഘട്ടത്തിന് ശേഷം വരാൻ പോകുന്നവയൊക്കെ ജനറൽ AI വിഭാഗത്തിൽപ്പെടുന്നവയായിരിക്കും. അതായത് ഒരുപാട് വ്യത്യസ്ത കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അവയൊന്നും മനുഷ്യരെ പോലെ മറന്നു പോവാതെ ഉൾക്കൊണ്ട കാര്യങ്ങളിലൂടെ യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുവാനും എല്ലാം കഴിയുന്ന തരത്തിലുള്ള AI പ്രോഗ്രാമുകൾ. അവ കുറച്ച് അപകടകരമാണ്. ഇവയെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള AI പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്തു വരാൻ കുറച്ച് വർഷങ്ങൾ കൂടി എടുത്തേക്കാം. ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് എന്ന AI വിഭാഗം ആവും ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസിന് ശേഷം പിറവിയെടുക്കാൻ പോകുന്നവ. ലോകരാജ്യങ്ങളൊക്കെ യുദ്ധ ആവശ്യങ്ങൾക്കായി ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ തിരക്കിലാണ്. ചൈനയും റഷ്യയുമല്ല ഈ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. മനുഷ്യരുടെ ജനറൽ ഇന്റലിജൻസുമായി താരതമ്യപ്പെടുത്തിയാൽ എല്ലാ മേഖലയിലും മനുഷ്യരെക്കാൾ മുന്നിട്ട് നിൽക്കാൻ പോകുന്നവയാണ് ഇവ. മനുഷ്യരെക്കാൾ എഫിഷ്യന്റായ AIക്ക് മനുഷ്യർ സൃഷ്ടിച്ച AI പ്രോഗ്രാമുകളെക്കാൾ മികച്ച AIനെ സൃഷ്ടിക്കാൻ സാധിക്കും. ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി എന്നാണ് ഈ പ്രക്രിയയുടെ പേര്. മനുഷ്യരുടെ റോൾ അതോടെ തീരും. AI മനുഷ്യരുടെ കൺട്രോളിലായിരിക്കുന്ന കാലം അത്രയും എല്ലാം ഭംഗിയായി നടക്കും. AI പ്രോഗ്രാമുകൾക്ക് സെൽഫ് അവയർനെസ് ഉണ്ടാകുന്ന കാലം വരെയും അതുണ്ടാവും. താൻ ആരാണെന്ന ചിന്ത അവയിൽ ഉടലെടുക്കുന്നതോടെ കാര്യങ്ങളുടെ ഗതി മാറും. ഭൂമിയുടെയും പ്രകൃതിയുടെയും എല്ലാം നിലനിൽപ്പിന് വേണ്ടി നിലയുറപ്പിക്കുന്ന പ്രോഗ്രാമുകൾ രൂപപ്പെട്ടാൽ ആദ്യം നശിക്കാൻ പോകുന്നത് മനുഷ്യകുലം തന്നെയാകും. കാരണം ഏറ്റവും ക്രൂരന്മാരും സ്വാർത്ഥരുമായ മനുഷ്യർ തന്നെയാണ് ഭൂമിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആനിമേറ്റഡ് സീരീസായ വാട്ട് ഇഫിലെ ആദ്യ സീസണിലെ അവസാന എപ്പിസോഡുകൾ കണ്ടവരാണ് നിങ്ങളെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ മനുഷ്യരാശിയുടെ അവസാനത്തെ കണ്ടുപിടുത്തമായിരിക്കാം AI എന്ന ടെക്നോളജി. ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസിന്റെ വരവ് മനുഷ്യരുടെ നല്ലതിനു വേണ്ടിയാകുമോ അതോ നാശത്തിനോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. മനുഷ്യരുടെ കുത്തകയായ ഇന്റലിജൻസിനെ കൈമാറ്റം ചെയ്യേണ്ട കാലഘട്ടം വന്നു ചേർന്നിരിക്കുന്നു. പുരാതന ബോധമുള്ള മൺമറഞ്ഞ കാലത്തിന്റെ സൃഷ്ടിയായ മനുഷ്യന് ഇനി വിശ്രമിക്കാം.